സ്നേഹമുള്ളവരെ, തിരുവനന്തപുരം നിരീക്ഷ സ്ത്രീ നാടകവേദി അവതരിപ്പിക്കുന്നു പ്രവാചക. ഗ്രീക്ക് പുരാണങ്ങളിൽ ഏറെയൊന്നും പറയാതെ പോയ കഥാപാത്രമാണ് കസാൻഡ്ര. തിരിച്ചറിഞ്ഞവയെ വിളിച്ചു പറയുന്നതിനാൽ കസാൻഡ്ര ഒരേ സമയം പ്രവാചകയും ഭ്രാന്തിയുമായി തീരുന്നു. സൂര്യദേവൻ അപ്പോളോവിൻ്റെ പ്രണയം നിരസിച്ചതിനാൽ കിട്ടിയ ശാപമാണ് അവളുടെ വാക്കുകൾക്ക് ജനങ്ങളിൽ അവിശ്വസനീയതയ്ക്ക് കാരണമെന്ന് പുരാണകഥ. ഈ പുരാണകഥയുടെ സ്ത്രീപക്ഷ വ്യാഖ്യാനമാണ് പ്രവാചക. നിലനിൽക്കുന്ന പാശ്ചാത്യ പൗരസ്ത്യ മുഖ്യധാര നാടക സിദ്ധാന്തങ്ങളെ സങ്കല്പങ്ങളെയും മറികടക്കുന്ന ആഖ്യാന രീതിയാണ് ഈ നാടകത്തിനുള്ളത്. ഭാഷാപ്രയോഗങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന അധികാരം എന്ന വ്യവഹാരത്തെ അതേ ഭാഷ കൊണ്ടും ചിലപ്പോൾ ആ ഭാഷയെ അവഗണിച്ചുകൊണ്ടും പ്രവാചക എന്ന നാടകം ഒരു പ്രതി വ്യവഹാരം സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ നെയ്ത്തുകാരുടെ ദേവതയെന്ന ആദി പുരാണത്തിനുമേൽ പ്രതിഷ്ഠിക്കപ്പെട്ട യുദ്ധദേവതയായ അധീനയെ പുതിയ വിശേഷണം പേറുന്ന അധീനയുടെ ഭാരം, പോരിനെതിരെ നിലകൊള്ളുന്ന ഭ്രാന്തിയായ കസാൻഡ്ര, ഈ ദ്വന്ദ്വബിംബങ്ങളുടെ രൂപപ്പെടലുകളുടെ അന്വേഷണം നാടകത്തെ സമകാലികമാക്കുന്നു. നിരീക്ഷ സ്ത്രീ നാടകവേദി അവതരിപ്പിക്കുന്നു പ്രവാചക.
ആരാണ് നീ? സൂര്യനെ പോലും നിഷ്പ്രഭനാക്കുന്ന കണ്ണുകളുള്ളവൻ. എന്റെ പ്രണയം നിനക്കുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറയുമെന്ന് എന്റെ അമ്മ ഹെക്കുബ പറയുമായിരുന്നു. എന്റെ അമ്മ നിങ്ങളുടെ മകളുടെ അപ്പോൾ നീ എനിക്ക് നിർവചനാതീതം. പക്ഷേ എനിക്ക് നിന്നോട് തോന്നുന്ന ഇഷ്ടത്തിന് മറ്റൊന്നും തടസ്സം നിൽക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പോളോയുടെ ഹൃദയത്തിലുള്ളവളെന്ന് ലോകം മുഴുവൻ നിന്നെ ആരാധിക്കും. പറ്റാത്ത കടല് പോലെ, നിലയ്ക്കാത്ത കാറ്റ് പോലെ അതിന്റെ സംഗീതം നിന്നെ നിറക്കും. കാറ്റും കടലും അവയുടെ സംഗീതം എന്നേ എന്നിൽ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കടൽ വറ്റുമോ? കാറ്റ് നിലയ്ക്കുമോ? സൗന്ദര്യത്തെ ഞാൻ വാഴ്ത്തുമ്പോൾ നീ അതിനെ പരിഹസിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നത് വിശ്വസുന്ദരിയായ ഹെലനെയാണ്. പാരീസിനോട് ഞാൻ പറയും ഹെലനെ ആഗ്രഹിക്കരുതെന്ന്. മെനലസ്, യുദ്ധമുണ്ടാകും. ഗോയിലെ സാധാരണ ദിനരാത്രങ്ങൾ എന്നെ മടുപ്പിക്കുന്നു. അപ്പോളോയുടെ സന്നിധിയിൽ യാഗങ്ങളോ ബലികളോ ഇല്ല, കേഴുന്ന അസരണമില്ല. ആയുധപ്പുരയിൽ ശേഖരിച്ചിരിക്കുന്ന വിശേഷമായ ആയുധങ്ങൾ തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് യോദ്ധാക്കളുടെ വീര്യത്തെ ഉണർത്തണം. അപ്പോളോ
നിന്റെ ചെയ്തികൾ പലപ്പോഴും ട്രോയി ഉലച്ചിട്ടുണ്ട്. പക്ഷേ നീ പാരീസിലുണ്ടാക്കിയ ഈ ത്വര അത് ട്രോയെ നശിപ്പിക്കും. അത് തടയാൻ നിന്റെ പ്രവചനങ്ങൾക്കാവില്ല സാണ്ട്ര. നിന്റെ വാക്കുകൾ എരിഞ്ഞെരിഞ്ഞു തീരും. അന്ന് കസാൻഡ്ര അപ്പോളോ പാരീസിന്റെ സഹോദരി കസാൻഡ്ര, അപ്പോളോയുടെ അനുഗ്രഹത്തോടെ അവൻ യാത്ര പുറപ്പെടുകയാണ്. അഥീനയുടെ സഹചാരിയായ ദേവി ആ യജ്ഞത്തിന് മംഗളം നേരുക. ഹെലൻ മെനലോസ് രാജാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നറിയുക. പക്ഷേ സർവസുന്ദരിയായ ഹെലൻ പാരീസിന് വാഗ്ദാനം ചെയ്യപ്പെട്ടവളാണെന്ന് ഓർക്കുക. പന്തയം ജയിക്കാനും തോൽക്കാനും ഉള്ളതാണ്. എല്ലാവരും ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വിധികർത്താവായ പാരീസ് പക്ഷം പിടിച്ചു. അവന്റെ ചതിയെ ഹീര ചതി കൊണ്ട് നേരിടും. ഈ യാത്ര ആപത്തിലേക്കാണ്. നിന്റെ നാവ് അതടക്കൂ. ഈ ശുഭകരമായ വേളയിൽ ദുശകുനം പോലെയുള്ള വാക്കുകൾ അസഹനീയം. മോഹങ്ങളുടെ സാക്ഷാത്കാരം ധീരതയുടെ ലക്ഷണമാണ്. മുമ്പോട്ട് കുതിക്കുന്ന യോദ്ധാവിന്റെ മനസ്സിനെ ഒന്നിനും പിന്തിരിപ്പിക്കാനാവില്ല. മെനലോസും യോദ്ധാവാണ്. അറിയാം. പാരീസ് ഹെലനെ നേടും. പിടിച്ചുകൊണ്ടുവരും. പിതാവേ, അങ്ങ് ബുദ്ധിമാനാണ്. പിടിച്ചടക്കൽ എളുപ്പമല്ലെന്ന് അങ്ങേക്ക് നന്നായി അറിയാം. അവന്റെ ശാഠ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കൂ. നീ എന്താണ് പുലമ്പുന്നത്? അവന് വാഗ്ദാനം ചെയ്യപ്പെട്ടവളാണ്. അവൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യണം. അവന്റെ സിരകളിൽ ഒഴുകുന്നത് രാജരക്തം തന്നെയാണെന്ന് അവൻ തെളിയിക്കും. അതിമോഹങ്ങളിൽപ്പെട്ട് ദിശയറിയാത്തവരെ അതിസുന്ദരമെന്നുണ്ടോ? അത് മനസ്സിന്റെ വിഭ്രമം മാത്രമാണ്. എന്റെ വാക്കുകൾ നിരാകരിക്കരുത്. നാശത്തിലേക്കുള്ള ഈ യാത്ര വേണ്ട. നിർത്തൂ നിന്റെ പിറുപിറുപ്പുകൾ. പോകൂ എന്റെ മുന്നിൽ നിന്ന്. പാരീസ്, ഇവരുടെ വാക്കുകൾ മറന്നേക്കുക. അപ്പോളോ നിന്നോടൊപ്പം അനുകൂല കാറ്റുള്ളപ്പോൾ പുറപ്പെടും. ആശ്വസിക്കൂ മകളെ. നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുക. പാരീസ് ഹെലനുമായി തിരിച്ചു വരും. ട്രോയിയുടെ യശസ് ഉയർത്തും. പാരീസിന്റെ വിഭ്രാന്തിക്ക് വേണ്ടി നിങ്ങൾ ട്രോയ് നഗരം മുഴുവൻ പടയപ്പെടുത്തിയിരിക്കുന്നു. ഗതികെട്ട ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിവിചിത്രമായ ശബ്ദം കേട്ടു. ഐതാപർവ്വതം പിളർന്നത് പോലെ, എയ്ജിയൻ കടൽ ശോഭിക്കുന്നത് പോലെ എന്തോ ഒന്നായിരുന്നു അത്. അതൊന്നുമല്ല, ഞാനത് വ്യക്തമായി കേട്ടു. ഒരു സ്ത്രീയുടെ നീണ്ട വിളിയായിരുന്നു അത്. ആ വിളി അപകട സൂചന
എന്റെ മകൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതിന്റെ പൊരുൾ അറിയാൻ വന്നതാണ് ഞാൻ. ഒന്നിന്റെ പൊരുൾ അറിയുക എന്നത് മറ്റൊന്നിന്റെ പൊരുൾ തേടലാണ്. എങ്കിലും പറയും മുത്തശ്ശ,